ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി. ഇന്നൊരു വളരെ സന്തോഷമാണോ വിഷമാണോ എന്നൊന്നും ചോദിച്ചാലൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. ഇച്ചിരി സന്തോഷം, ഒത്തിരി വിഷമമെന്ന് പറയാം. കാരണം എനിക്കിന്നൊരു പുതിയൊരു ജോലിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പൂച്ചകളെയും പട്ടികളെയൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇവരെ തൊടുന്നത് എനിക്കത്ര ഇതല്ല. അത്യാവശ്യം ഓസിഡിക്കാണ്. അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് ഇതുങ്ങളെ തൊടാനൊരു താല്പര്യമില്ല. അതേസമയം ബാക്കി പെറ്റ്സൊക്കെ എനിക്ക് നോക്കണം. പൂച്ചയും പട്ടിയും മാത്രം എനിക്കിഷ്ടമല്ല. പക്ഷേ എനിക്കൊരു പണി കിട്ടി. എൻ്റെ വീട്ടിൻ്റെ തെങ്ങിൻ്റെ ചോട്ടിൽ, മുറ്റത്തെ തെങ്ങിൻ്റെ ചോട്ടിൽ ഒരു പൂച്ച വന്ന് ഒരു പ്രസവം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പൂച്ച എന്തോ ഇത് അമ്മ പൂച്ച 2 കുഞ്ഞുങ്ങളെയും കൂടെ എടുത്ത് ബാൽക്കണി സ്പേസിൽ കൊണ്ടുവച്ചു. ബാൽക്കണിയിൽ മുകളിലോട്ട് പോകുന്നതിൻ്റെ അടിവശത്ത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ആ സ്ലാബിൻ്റെ അടിവശത്ത്. അപ്പം ഇന്നലെ രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അമ്മ പൂച്ച മുറ്റത്തൂടെ വളരെ അവശതയിൽ നടന്നു പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ മേല് വിശന്നിട്ട് കിടന്ന് കരച്ചിൽ. ഇതിപ്പം 2-3 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ട്. അങ്ങനെ ഞാൻ മേലിൽ പോയി നോക്കിയപ്പം കുഞ്ഞുങ്ങൾ വിഷമിച്ച് കിടക്കണം. ഇല്ല, കണ്ണ് തുറന്നിട്ടുകൂടി ഇല്ല. 7 ദിവസമൊക്കെ ആകുമ്പോഴല്ലേ പൂച്ചക്കുഞ്ഞിൻ്റെ കണ്ണ് തുറക്കാൻ പറ്റത്തുള്ളൂ. അവരെന്തായാലും അവിടെ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് വിഷമായി. എന്തോ ചെയ്യാൻ പറ്റും, ഇഷ്ടമല്ല. എന്നാലും ഇവർ അവിടെ പട്ടിണി കിടന്ന് ചത്തു പോകത്തില്ലയോ, അത് കരുതി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി അങ്ങനെ ഞാൻ പഴയ ഡൈനിങ് ടേബിളിൻ്റെ ഷീറ്റ് വിരിപ്പുണ്ടല്ലോ, അത് കട്ട് ചെയ്തൊരു പീസുമായിട്ട് പോയി. പക്ഷേ എനിക്ക് കൈകൊണ്ട് ഇതിനെ തൊടാൻ പേടിയാണ്, എനിക്ക് വിഷമമാണ്. അങ്ങനെ ഞാനൊരു ബുക്കിൻ്റെ ബൈൻഡ് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട്, കട്ടിയുള്ള ബൈൻഡൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരെണ്ണത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ പൊക്കി അത് കോരിയെടുത്ത് ആ ഷീറ്റിൻ്റെ പുറത്തുകൊണ്ട് വെച്ച് പാലും ഒഴിച്ച് വെച്ചു കൊടുത്ത്. അപ്പോഴത്തേക്ക് അടുത്ത ആളതോ അതിൻ്റെ ചോട്ടിൽ പോയിരിക്കുന്നത്. ഇതിനെ എങ്ങനെ എടുക്കും, ഭയങ്കര ടാസ്ക്കാണ്. എൻ്റെ കൈയാണെങ്കിൽ അതിൻ്റെ ഇടയിലോട്ട് പോകാനും പറ്റത്തില്ല. എനിക്ക് അതിൻ്റെ ഇടയിൽ കയറി തൊടാനും പേടി. പിന്നെ ഞാനൊരു കഷ്ണം എന്താണ് ഷീറ്റിൻ്റെ പീസ് എടുത്തുകൊണ്ട്, മെറ്റൽ ഷീറ്റിൻ്റെ പീസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനെ അതിൻ്റെ അകത്തോട്ട് കയറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ട് ഈ കുന്തം പിടിച്ച പൂച്ച അതിൻ്റെ അകത്ത് കയറുന്നില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഞാനിനി എൻ്റെ അടുത്ത ഐഡിയ പരിശ്രമിച്ച് നോക്കി. ഒരു കഷ്ണം പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട്, ആ ബൈൻഡ് പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇതിനെ കയറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തായാലും ഞാൻ വിജയിച്ചിട്ടുണ്ട്. ടാസ്ക് വിജയിച്ചിട്ട്, പണ്ട് നമ്മളില്ല ഓലയല്ലല്ല പാളയിൽ ഇങ്ങനെ വലിച്ചിടണില്ലേ, അതേ കണക്കൊരു എക്സ്പീരിയൻസ് പൂച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പൂച്ചയെ വലിച്ച് ഞാൻ ആ കൊണ്ടുപോയി ഷീറ്റിൻ്റെ സ്പേസിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് വെച്ചിട്ട് പൂച്ചയെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കയറാൻ പറഞ്ഞാൽ കയറുമോ, ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തോ ഇത് ബൈൻഡ് വെച്ച് തന്നെ അതിനെ കുത്തി അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി പാലിൻ്റെ അവിടം വരെ എത്തി. ഇനിയുണ്ട് അടുത്ത ബുദ്ധിമുട്ട്. ഈ പൂച്ചക്കുഞ്ഞിൻ്റെ അടുത്ത് എറുമ്പ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇവർക്ക് മൂവ് ചെയ്യാനുള്ള അത്ര കപ്പാസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കടിക്കും. ഇതിന് എടുത്ത് കളയാനും പറ്റത്തില്ല. അപ്പോഴേ ഞാനിങ്ങനെ എനിക്കൊരു ഐഡിയ തോന്നി. കുറച്ച് മഞ്ഞളിൻ്റെ പൊടി തൂവിക്കൊടുത്താൽ എറുമ്പ് അത് അഫക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ എന്തോ ഇത് പൂച്ചക്കുഞ്ഞിനെ ആ പാല് പാത്രത്തിലോട്ടൊക്കെ ഞാൻ കൈകൊണ്ടല്ല, ആ ബൈൻഡ് പേപ്പർ വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചുറ്റിനും കുറച്ച് മഞ്ഞളിൻ്റെ പൊടിയൊക്കെ തൂവിക്കൊടുത്തിട്ട് സേഫായിട്ടിരിക്കാൻ പറഞ്ഞ്. പക്ഷേ രക്ഷപ്പെട്ടെങ്കിൽ മതിയായിരുന്നു. കണ്ടോ അവർ കണ്ണ് തുറന്നിട്ടില്ല. ഒരു 7 ദിവസമൊക്കെ ആകുമ്പം കണ്ണ് തുറക്കുമെന്നല്ലേ പറയുന്ന. അപ്പം കുടിക്കാനായിട്ട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ. അത് ഭക്ഷണം കണ്ടാൽ വന്ന് താല്പര്യത്തോടെ കഴിക്കാനുള്ളൊരു പ്രായവും ആയിട്ടില്ല. ഞാൻ മഞ്ഞളൊക്കെ തൂവി എറുമ്പ് വരാതിരിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയറൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ദൈവം സഹായിച്ച് അവർ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഗുഡ് ബൈ ടു ആൾ.